പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കഥയാണ്. ഈ കഥ നമുക്കായി പറഞ്ഞു തരാൻ ഇവിടേക്ക് എത്തുന്നത് അനിത രവീന്ദ്രൻജിയാണ്. എല്ലാ പ്രിയമിത്രങ്ങളെയും ഈ കഥ കേൾക്കുവാനായി ഞാൻ ചാനലിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ കഥയുടെ പേര് കാളി പാർവതിയായത് എങ്ങനെയാണെന്നുള്ളതാണ്. വളരെ രസകരമായ കഥയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അനിതാജിയുടെ കഥ കേൾക്കാം. കാളി പാർവതിയായ കഥ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇവിടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ പേര് കാളി പാർവതിയായ കഥ. ഈ നവരാത്രി നാളിൽ ഈ കഥ പറയാൻ അവസരം തന്ന നമ്മുടെ മിനി മുരളിജിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമുക്ക് കഥയിലേക്ക് കടക്കാം. കാളി പാർവതിയായ കഥ. സഖിമാരോടൊപ്പം വനത്തിലേക്ക് പുറപ്പെട്ട കാളിയുടെ തപസ് തുടങ്ങിയിട്ട് സംവത്സരങ്ങൾ പലതായി. അവൾ പഞ്ചാഗ്നി മധ്യത്തിലും ജലത്തിലും തൻ്റെ തപം തുടർന്നു. അനുനിമിഷം ഉഗ്രമായി വരുന്ന കാളിയുടെ തപസ്സിൽ ആചരങ്ങൾ പോലും അന്തിച്ചുപോയി. കന്യകയായ ഒരു പെൺകുട്ടി ജീവിതാനന്ദം ആസ്വദിക്കാതെ വൽക്കലധാരിയായി തപസ്സനുഷ്ഠിക്കുക. ഏവരും അത്ഭുത പരതന്ത്രരായി തീർന്നു. കാളിയുടെ തപസ് തുടരുന്നതിനനുസരിച്ച് ദേവകളുടെ മനസ്സ് ആശങ്കാകുലമായി തീർന്നു. ഇവൾ തന്നെയാണോ താരകാസുരവധത്തിന് കാരണമാകുന്ന പൈതലിൻ്റെ മാതാവ്? ഇവളാണോ സതീദേവിയുടെ അവതാരം? എന്നാൽ കരിനീലവർണ്ണമുള്ള ഈ കന്യകയ്ക്ക് ദിവ്യലക്ഷണങ്ങൾ കാണുന്നില്ലല്ലോ. അതോ ഇതും മഹാദേവിയുടെ കളിയാട്ടമാണോ? ദേവന്മാർ ഈ വിധം ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന വേളയിൽ നാരദൻ അവിടെ എത്തി ചേർന്നു. അല്ലയോ ദേവകളെ, നിങ്ങളെ ഗൗരവമായി അലട്ടുന്ന പ്രശ്നം എന്താണ്? നാരദൻ ആമുഖം കൂടാതെ തന്നെ വിഷയത്തിൽ പ്രവേശിച്ചു. നാരദ, എന്താണ് പറയേണ്ടത്? താരകാസുരനെ വധിച്ച് ദേവകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതാപം വീണ്ടെടുക്കാമെന്ന് മഹാദേവി അരുളി ചെയ്തിരുന്നു. ഹിമവാന്റെ പുത്രിയായി അമ്മ അവതരിക്കുമെന്നും ഉറപ്പു നൽകിയ കാര്യം അവിടുന്നിനും അറിയാവുന്നതല്ലേ? അത് കേട്ട് ഞങ്ങൾ ആനന്ദിച്ചു. എന്തായി ഫലം? ഹിമവാന്റെ പുത്രിമാരായ രാഗിണിയും കുടിലയും ദേവി അവതാരമല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന കന്യക കാളി മാത്രമാണ്. ഇന്ദ്രനീലം പോലെ കറുത്ത നിറമുള്ളവൾ. അവൾ ഇപ്പോഴും തപസ് തുടരുന്നു. അവളാണോ ദേവിയുടെ അവതാരം? മഹർഷേ, അവളിൽ ദിവ്യപരിവേഷമൊന്നും കാണുന്നതേയില്ലല്ലോ. ദേവേന്ദ്രൻ തൻ്റെ ആശങ്ക വ്യക്തമാക്കി. നാരദൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവാധിപ, താങ്കൾക്കിപ്പോൾ വസ്തുക്കളുടെ യാഥാർത്ഥ്യസ്ഥിതി കാണുവാനുള്ള കാഴ്ച കൂടി നഷ്ടപ്പെട്ടുവോ? നല്ല കഥ തന്നെയാണ്. താങ്കൾ സംശയിക്കുന്നത് മഹാദേവിയുടെ ശക്തിയിലാണ്. ഇത് നന്നല്ല പ്രഭു. തന്നെ വധിക്കാൻ കാരണക്കാരിയാകുന്ന ഒരുവളെ ആപത്തിൽപ്പെടുത്താൻ താരകാസുരൻ ഏത് മാർഗമാണ് അവലംബിക്കാത്തത്? അതുകൊണ്ടാണ് ദേവിയുടെ അവതാരമായ പെൺകിടാവിൻ്റെ ചൈതന്യം കുറയ്ക്കാൻ അവളിൽ നിശ പ്രവേശിച്ച കഥ അങ്ങ് അറിഞ്ഞില്ലെന്നുണ്ടോ? തുടർന്ന് മേനയുടെ ഗർഭത്തിൽ ബ്രഹ്മകൽപ്പന പ്രകാരം നിശ പ്രവേശിച്ച വൃത്താന്തം നാരദൻ ഇന്ദ്രാദികളെ അറിയിച്ചു. അനന്തരം അദ്ദേഹം കാളീ സവിധത്തിലേക്ക് യാത്രയായി. തൻ്റെ ആശ്രമത്തിൽ വന്നു ചേർന്ന നാരദനെ കാളി സ്വീകരിച്ചിരുത്തി. തൻ്റെ മുമ്പിൽ കൂപ്പുകൈകളോടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ മനോഗതി അറിയാൻ നാരദൻ ഓരോ വൃത്താന്തം പറയാൻ തുടങ്ങി. ലോകഗതി പലവിധം തന്നെയാണ്. അല്ലെങ്കിൽ ആരും മോഹിക്കുന്ന രൂപസൗന്ദര്യത്തിന് ഉടമയായ ഹിമവൽപുത്രി തന്നെ വെറും ഋഷഭവാഹനനായ ഒരുവനെ കാമിക്കുമോ? നാരദ മഹർഷിയുടെ വാക്കുകൾ കാളി ശ്രദ്ധിച്ചതായി പോലും ഭാവിച്ചില്ല. നാരദൻ തുടർന്നു, ദേവാധിപനായ ഇന്ദ്രൻ പോലും നിന്റെ ഭർത്തൃപദം ആഗ്രഹിക്കുന്നു. അല്ലയോ കന്യകേ, നീ എന്തിനാണ് ഇങ്ങനെ തപസ്സനുഷ്ഠിച്ച് നിന്റെ രൂപലാവണ്യം നശിപ്പിക്കുന്നത്? നാരദൻ്റെ വാക്കുകൾക്ക് കാളി ഇപ്രകാരം മറുപടി നൽകി. നാരദരെ, താങ്കൾ പരമശിവനെക്കുറിച്ച് ഇപ്രകാരം സംസാരിക്കുന്നത് ആശ്ചര്യമായിരിക്കുന്നു. ആരുടെ നിയോഗത്താലാണ് അങ്ങിവിടെ വന്നത്? അങ്ങയുടെ ഉദ്ദേശശുദ്ധി പോലും എന്നിൽ സംശയം ജനിപ്പിക്കുന്നു. താങ്കൾക്ക് യാത്രയാകാം. കാളിയുടെ വാക്കുകളിലെ ആത്മാർത്ഥത വ്യക്തമായ നാരദൻ അനുഗ്രഹാശിസുകളോടെ മൊഴിഞ്ഞു. ദേവി, അവിടുന്ന് അചഞ്ചലയാണ്.
ഉത്തുംഗനായ ഹിമവാന് തീർത്തും അനുയോജ്യനായ പുത്രി. മകളെ ആ ഗിരിശ്രേഷ്ഠൻ്റെ ഔന്നത്യം വഹിക്കുന്ന ദേവി ഇനി പാർവതി എന്ന പേരിലും വിഖ്യാതയായിത്തീരും. പാർവതി എന്നാൽ പർവ്വതത്തിൻ്റെ പുത്രി എന്ന് കാലം വിധിയെഴുതും. നാരദൻ യാത്രയായി അന്നു മുതൽക്ക് കാളി പാർവതിയായും അറിയപ്പെട്ടു തുടങ്ങി. എൻ്റെ ഈ ചെറിയ കഥ ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്തേ.